വല്ലപ്പോഴൊക്കെ ഇത്തരം പ്ലേസുകളിലൊക്കെ ഒന്ന് സന്ദർശിക്കുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കണ്ടുപോവുക. ഹായ്, അപ്പോൾ നമ്മുടെ കോന്നിക്കാർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടുകളിലൊന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. തണ്ണിത്തോടിലുള്ള നമ്മുടെ ആറിൻ്റെ കരയിലാണ് നിൽക്കുന്നത്. അപ്പം നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസാണ് നമുക്ക് ഈ തോടിൻ്റെ ആറിൻ്റെ ഒരു ചുറ്റുവട്ടത്തായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സന്ദർശകർ വന്ന് പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു വനമേഖലയിലൂടെ വരുമ്പോഴത്തേന് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ഇളങ്കാറ്റിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞത് വളരെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല രസമാണ് കേട്ടോ. പലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു നഗര തിരക്കേറിയ ജീവിതത്തിനിടയിലൊക്കെ ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നൊന്ന് കണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ ഒരു റിലാക്സേഷനാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോകാനൊക്കെ പറ്റിയായിട്ട് അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ജസ്റ്റ് ആറിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, കമാൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് ആറിൻ്റെ ഉള്ളിലായിട്ടാണ്. ഇവിടെ വെള്ളം ശരിക്കും നല്ലപോലെ ഉള്ളപ്പോൾ ഈ ഭാഗത്തെല്ലാം വെള്ളം നിറയും. പക്ഷേ ഞാനിപ്പോൾ കണ്ടില്ലേ, ചുറ്റിനും ഒരു എംപ്റ്റി സ്പേസും നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇവിടെ. അത്രയ്ക്ക് റിലാക്സ്ഡ് ആണ്. ഈ പുഴകളുടെ വെള്ളം ഒഴുകുന്ന ശബ്ദവും ഇതൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. ശരിക്കും പത്തനംതിട്ടക്കാരൻ എന്ന രീതിയിൽ ഈ ഒരു ഇത്തരം പ്രകൃതി ഭംഗി നമുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. നമുക്ക് സിറ്റി ലൈഫിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കറിയാം അവിടെ ഫുള്ള് എന്താണ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറും അങ്ങനെ മറ്റു കാര്യങ്ങളും നമ്മളേക്ക് ഇപ്പം നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാക്കും. പക്ഷേ ഇത്തരം ഒരു കാലാവസ്ഥയിൽ നമുക്ക് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫ്രഷ് എയർ ശ്വസിച്ച് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും വളരെ നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇത്തരം പ്ലേസുകളിലൊക്കെ ഒന്ന് സന്ദർശിക്കുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കണ്ടുപോവുക.